Hi dears, how are you? I think all of you fine. നമ്മൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് 3 ഫുഡ് ആൻഡ് ഇറ്റ് ഈസ് ന്യൂട്രിയൻസ് എന്ന ചാപ്റ്ററിലെ വിറ്റാമിൻസിനെ കുറിച്ചിട്ടായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ടർ. വൈ ഈസ് വാട്ടർ ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് വെള്ളം പ്രാധാന്യമാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയാൻ കാരണം? ഇറ്റ് ഹെൽപ്സ് ക്രിയേറ്റ് സലൈവ. ഇതെന്താണ്? ഉമിനീര് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് റെഗുലേറ്റ് അവർ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ശരീര താപനില നിയന്ത്രിക്കുന്നതും ആരാണ്? വാട്ടറാണ്. ഇറ്റ് പ്രൊട്ടക്റ്റ് അവർ ടിഷ്യൂ, സ്പൈനൽ കോഡ് ആൻഡ് ജോയിൻറ്റ്. ഇത് നമ്മുടെ കോശങ്ങളുടെ അതായത് ടിഷ്യൂസിൻ്റെയും നാഡികളുടെയും സന്ധികളുടെയൊക്കെ പ്രവർത്തനത്തിനും സംരക്ഷണത്തിനൊക്കെ എന്തുണ്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇസ് ക്രിയേറ്റ് വേസ്റ്റ് ത്രൂ പ്രിസ്പിറേഷൻ, യൂറിനേഷൻ ആൻഡ് ഡിഫിക്കേഷൻ. നമ്മുടെ ബോഡിയിലുള്ള വിയർപ്പ്, യൂറിൻ, മലവിസർജനം എന്നിവയിലൂടെ മാലിന്യം പുറന്തള്ളാൻ വേണ്ടിയിട്ട് വാട്ടർ എന്തുണ്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് മാക്സിമൈസ് ഫിസിക്കൽ പെർഫോമൻസ്. നമ്മുടെ ശാരീരിക പ്രകടനം പരമാവധി എളുപ്പത്തിലാക്കാൻ വേണ്ടി എന്തുണ്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് പ്രിവെൻറ്റ് കോൺസ്റ്റിപ്പേഷൻ. മലബന്ധം തടയാനും വാട്ടർ എന്തുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ഡൈജഷൻ. ഇത് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് വാട്ടർ ന്യൂട്രിയൻ അബ്സോർപ്ഷൻ. ഇത് നമ്മുടെ ബോഡിയിലേക്ക് പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ എന്തുണ്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു വെയ്റ്റ് ലോസ്. നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തുണ്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഇംപ്രൂവ് ബ്ലഡ് ഓക്സിജൻ സർക്കുലേഷൻ. നമ്മുടെ രക്തത്തിലെ രക്തചംക്രമണം എന്നുള്ള പ്രവർത്തിക്കും എന്തുണ്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഫൈറ്റ് ഓഫ് ഇൽനെസ്. നമ്മൾ രോഗത്തിനെതിരെ നമ്മുടെ ബോഡിയിലേക്ക് രോഗം വരുമ്പോൾ അത് പോരാടാൻ വേണ്ടി നമ്മൾ എന്തുണ്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്പ് ബൂസ്റ്റ് എനർജി. ഊർജ്ജം എന്തുണ്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് ഹാസ് കീപ് സ്കിൻ ബ്രൈറ്റ്. നമ്മുടെ ചർമ്മം തിളങ്ങാനും എന്തുണ്ട് വാട്ടർ സഹായിക്കുന്നുണ്ട്. സോ എവരി വൺ നീഡ്സ് ടു ഡ്രിങ്ക് 7 to 8 ഗ്ലാസസ് ഓഫ് വാട്ടർ പെർ ഡേ. ഒരു ദിവസം 7-8 ഗ്ലാസ് നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം നമ്മൾ കുടിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണ്? വാട്ടർ എത്രത്തോളം നമ്മളെ ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടും നമ്മൾ ദിവസം വെള്ളം കുടിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് മാൽ ന്യൂട്രീഷൻ. മാൽ ന്യൂട്രീഷൻ ഈസ് എ കണ്ടീഷൻ ദാറ്റ് റിസൾട്ട് ഫ്രം ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ത്? മാൽ ന്യൂട്രീഷൻ. പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് മാൽന്യൂട്രീഷൻ. മാൽന്യൂട്രീഷൻ occur when the body does not get enough nutrients. Causes include a poor diet, digestive conditions or another diseases. അതായത് നമ്മുടെ ബോഡിയിൽ വേണ്ടത്ര പോഷകം കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? മാൽന്യൂട്രീഷൻസ് ഉണ്ടാകുന്നത് അല്ലേ? അതെങ്ങനെയൊക്കെയുള്ള ആളുകളിലാണ് ഉണ്ടാവുക? അതായത് കൃത്യമല്ലാത്ത ഭക്ഷണക്രമം, ദഹന പ്രശ്നങ്ങൾ എന്നിവയൊക്കെയുള്ള ഒരു വ്യക്തിയിൽ എന്തുണ്ടാവാന്നാണ് പറയുന്നത്? മാൽന്യൂട്രീഷനുള്ള ഡെഫിഷ്യൻസി കാണാം. ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. പ്രോട്ടീൻ ഊർജ്ജ പോഷകാഹാരക്കുറവ്. ഓക്കെ, protein energy malnutrition or PEM is the condition of lack of energy due to the deficiency of all the macronutrients and micronutrients. അതായത് മാക്രോന്യൂട്രിയൻസിൻ്റെയും മൈക്രോന്യൂട്രിയൻസിൻ്റെയും അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് എന്ത്? പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. ഇറ്റ് ക്യാൻ ഒക്കിയർ സഡൻലി ഓർ ഗ്രാജ്വലി. ഇത് ക്രമേണയും വരാം, അതേപോലെ തന്നെ പെട്ടെന്നും ഉണ്ടാകുന്ന ഒരു രോഗമാണ്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ചിൽഡ്രൻ. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ കൂടുതലായിട്ട് കാണപ്പെടാറിലാണ് കുട്ടികളിലാണ്. ഇറ്റ് ഈസ് റയർലി ഫൗണ്ട് ഇൻ ദ അഡൾട്ട്. റയർ കേസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? അഡൾട്ടിൽ കാണാൻ സാധിക്കുള്ളൂ. ഇൻ ചിൽഡ്രൻ PM ഈസ് പ്രിമിനറി ഓഫ് 2 types. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ പ്രധാനമായിട്ടും 2 ടൈപ്പാണ് ഉള്ളത്. കോഷിയോർക്കർ ഓർ മരാസ്മസ്. കോഷിയോർക്കർ ദാറ്റ് ഈസ് എക്സ്ട്രീം പ്രോട്ടീൻ ഡെഫിഷ്യൻസി. പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എന്ത്? കോഷിയോർക്കർ. മരാസ്മസ് ദാറ്റ് ഈസ് എക്സ്ട്രീം കലോറിൻ ഡെഫിഷ്യൻസി. കലോറിയുടെ അഭാവം മൂലം അല്ലെങ്കിൽ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? മരാസ്മസ്. ഇൻ ബോത്ത് ദീസ് കേസസ് ദ ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ ഈസ് സ്റ്റണ്ടഡ്. ഈ 2 രോഗമുള്ള കോഷിയോർക്കർ ഓർ മരാസ്മസ് എന്നുള്ള ഈ രോഗമുള്ള കുട്ടികൾ എന്താവും? വളർച്ച എന്താവും? മുരടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് PEM പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ആയിരുന്നു. അതെന്താണ്? അത് കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുക. അത് പെട്ടെന്നും ഉണ്ടാവുക, അതേപോലെ ക്രമേണ ഉണ്ടാവുക. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ 2 തരത്തിലുണ്ട്, കോഷിയോർക്കർ ഓർ മരാസ്മസ്. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് വിറ്റാമിൻ A ഡെഫിഷ്യൻസി. അതായത് വിറ്റാമിൻ എന്റെ കുറവ് മൂലം നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാകുന്നതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് ആൻ ഏർലി സിംറ്റംസ്.
ആദ്യം കാണുന്ന സിംറ്റംസ് എന്താണ്? നൈറ്റിലുള്ള അന്ധത. ബ്ലൈൻഡ്നെസ് ക്യാൻ ഇവൻച്വലി ഡെവലപ്പ്. പിന്നെ അതെന്ത് ചെയ്യും? ക്രമേണ അധികമാവും. ദ ഐ സ്കിൻ ആൻഡ് അതർ ടിഷ്യൂ ബിക്കം ഡ്രൈ ആൻഡ് ഡാമേജ്. അതായത് നമ്മളെ ഐസ്, സ്കിന്ന്, ഇതൊക്കെ ടിഷ്യൂസ് ഇതൊക്കെ എന്ത് ചെയ്യും? ഡ്രൈ ആവുകയും ഡാമേജ് ആവുകയും ചെയ്യുന്നുണ്ട്. ദ ഡയഗ്നോസിസ് ഈസ് ബേസ്ഡ് ഓൺ സിംറ്റംസ് ആൻഡ് ബ്ലഡ് ടെസ്റ്റ്. ഇതിൻ്റെ ഡെഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയാൻ പറ്റുക. ഇതിൻ്റെ എന്ത് ടെസ്റ്റ് നടത്തണം? ബ്ലഡ് ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ടേക്കിംഗ് ഹൈ ഡോസസ് ഓഫ് വിറ്റാമിൻ എ for several days correct the deficiency or adequate dietary sources of vitamin A can reverse this condition. രോഗനിർണയത്തിന് ശേഷം ഈ ഒരു ഡെഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം ഹൈ ഡോസിൽ നമ്മൾ വിറ്റാമിൻ എ എടുക്കണം. അതുപോലെ തന്നെയാണ് ഡയറി ഉൽപ്പന്നങ്ങൾ നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തുകയും വേണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് വിറ്റാമിൻ ബി ഡെഫിഷ്യൻസി. ഫാറ്റിക്, വീക്ക്നെസ്, pale yellow skin, mouth ulcer, cancer sources, constipation, balance issue and difficulty to walking etc. are the symptoms of vitamin B deficiency. അതായത് വിറ്റാമിൻ ബി ഡെഫിഷ്യൻസി ഉള്ളവരിൽ കാണപ്പെടുന്ന സിംറ്റംസുകൾ ഏതൊക്കെയാണ്? ക്ഷീണം, ബോഡി വീക്കാവുക, നമ്മുടെ സ്കിന്നിൽ യെല്ലോ കളർ ഉണ്ടാവുക, വായയിൽ വായ്പുണ്ണുണ്ടാവുക, ക്യാൻസറിൻ്റെ വ്രണങ്ങൾ നമ്മുടെ ബോഡിയിൽ കാണപ്പെടുക, മലബന്ധം ഉണ്ടാവുക, ബാലൻസിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യാൻ വേണ്ടി ഡിഫിക്കൽറ്റി, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഡിഫിക്കൽറ്റി, ബുദ്ധിമുട്ടുണ്ടാവുക. ഇതൊക്കെയാണ് എന്ത്? വിറ്റാമിൻ ബിയുടെ സിംറ്റംസ്, ഡെഫിഷ്യൻസി ഉള്ളവരിൽ കാണപ്പെടുന്ന സിംറ്റംസ്. ട്രീറ്റ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ഡയറ്ററി ചേഞ്ചസ് ആൻഡ് ടേക്ക് വിറ്റാമിൻ B12 സപ്ലിമെൻറ്റ്സ്. അതായത് ഈ വിറ്റാമിൻ ബി ഡെഫിഷ്യൻസി ഉള്ള ആളിനെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക? അതായത് അയാളുടെ ഭക്ഷണക്രമം ചേഞ്ച് വരുത്തുകയും വിറ്റാമിൻ B12 സപ്ലിമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുകയും ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഡെഫിഷ്യൻസിയാണ് വിറ്റാമിൻ സി ഡെഫിഷ്യൻസി. വിറ്റാമിൻ സി ഡെഫിഷ്യൻസി ഈസ് ആൾസോ കോൾഡ് ആസ് സ്കർവി. അതായത് വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്ത്? സ്കർവി. ഗംസ് ആൻഡ് ഡെന്റൽ പ്രോബ്ലംസ്, dry hair and skin and anemia are the symptoms of vitamin deficiency. അതായത് നമ്മുടെ ഗംസിന്, നമ്മുടെ മോണയ്ക്കും പല്ലിനും എന്ത് ചെയ്യും? പ്രോബ്ലം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെയർ ഡ്രൈ ആവുക, സ്കിന്ന് ഡ്രൈ ആവുക, അനീമിയ എന്നുള്ള രോഗം വരിക. ഇതൊക്കെയാണ് എന്ത്? വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി ഉള്ളവരിൽ കാണപ്പെടുന്ന സിംറ്റംസ്. Increasing consumption of fresh fruits and vegetables or taking vitamin C supplements by mouth usually correct this deficiency. ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസി ഉള്ള ആളുകൾ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾ കഴിക്കുക. അതുപോലെ തന്നെയാണ് വിറ്റാമിൻ സി സപ്ലിമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക? കഴിക്കുകയും ചെയ്യുക. കറക്റ്റ് ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുകയും ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഡെഫിഷ്യൻസിയാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി. എ ലാക്ക് ഓഫ് വിറ്റാമിൻ ഡി ഈസ് ദ മോസ്റ്റ് കോമൺ കോസസ് ഓഫ് റിഗറ്റ്സ്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? റിഗറ്റ്സ്. റിഗറ്റ്സ് കോസസ് എ ചൈൽഡ് bones to become soft and weak which can lead to bones deformities. അതായത് കുട്ടികളിലാണ് കാണപ്പെടുക. കുട്ടികളിൽ എന്തിനെയാണ്? ബോൺസിനെയാണ്, നമ്മൾ അസ്ഥിക്കാണത് കാണപ്പെടുക. കുട്ടികളുടെ അസ്ഥി എങ്ങനെയായിരിക്കും? സോഫ്റ്റും ആവും, വീക്കും ആവും. പിന്നെ ക്രമേണ അത് എന്ത് ചെയ്യും? വൈകല്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. വി ക്യാൻ ട്രീറ്റ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി, കൺസ്യൂം ഫാറ്റി ഫിഷ് ആൻഡ് സീ ഫുഡ്, ഈറ്റ് മോർ മഷ്റൂംസ്, ഇൻക്ലൂഡ് എഗ് യോക്ക്, സ്പെൻഡ് ടൈം ഇൻ സൺലൈറ്റ്. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഫാറ്റി ഫിഷ്, നല്ല ഫാറ്റി അടങ്ങിയിട്ടുള്ള ഫിഷ് കഴിക്കുക, സീ ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെയാണ് മഷ്റൂംസ്, എഗ് യോക്ക്, അതൊക്കെ എന്ത് ചെയ്യുക? കഴിക്കുക. അതേപോലെ തന്നെ സൺലൈറ്റിൽ കുറച്ച് നേരം നമ്മൾ എന്ത് ചെയ്യുക? സ്പെൻഡ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് അനീമിയ. ദ മോസ്റ്റ് കോമൺ കോസസ് ഓഫ് അനീമിയ ഈസ് നോട്ട് ഹാവിങ് ഇനഫ് അയൺ. നമ്മുടെ ബോഡിയിൽ വേണ്ടത്ര അയോണിൻ്റെ അംശമില്ലാത്തത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്ത്? അനീമിയ. ഫാറ്റിക്, വീക്ക്നെസ്, പെയിൽ ഓർ യെല്ലോ സ്കിൻസ്, ഇറഗുലർ ഹെഡ് ബീറ്റ്, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ചെസ്റ്റ് പെയിൻ, ഹെഡ് ഏക്ക് എക്സെട്ര ആർ ദ സിംറ്റംസ് ഓഫ് അനീമിയ. അനീമിയ ഉള്ള ആളുകൾ കാണപ്പെടുന്ന സിംറ്റംസുകൾ എന്തൊക്കെയാണ്? ഫാറ്റിക്, ക്ഷീണം, വീക്കാവുക, നമ്മുടെ സ്കിന്ന് യെല്ലോ കളർ ആവുക, ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ടാവുക, അതേപോലെ തന്നെ ചെസ്റ്റ് പെയിന്, തലവേദന, ഇതൊക്കെയാണ് എന്ത്? അനീമിയ ഉള്ള ആളുകളിൽ കാണപ്പെടുന്ന സിംറ്റംസ്. അനീമിയ ഈസ് യൂഷ്വലി സീ ഇൻ ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 5. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതലായിട്ട് കാണപ്പെടുക. The best treatment for anemia, taking iron supplement and choose iron rich food such as seafood, red meat, beans, dry fruits, green leafy vegetable etc.
ഈ അനീമിയ ഉള്ള കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് അയൺ സപ്ലിമെന്റ് കൊടുക്കുക, അതേപോലെ തന്നെയാണ് ഫുഡ്, റെഡ് മീറ്റ്, ബീൻസ്, ഡ്രൈ ഫ്രൂട്ട്സ്, അതേപോലെ തന്നെയാണ് ഇലക്കറികൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വെജിറ്റബിൾസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കുക. ഓക്കെ. The last one, iodine deficiency. Iodine deficiency is significant causes of mental developmental problem in children. Iodine deficiency മൂലം കുട്ടികളിൽ മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ചാൻസ് ഉണ്ട്. ഇൻക്ലൂഡിംഗ് ഇംപ്ലിക്കേഷൻ ഓർ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് ആൻഡ് ലോവറിംഗ് IQ ലെവൽ ഇൻ സ്കൂൾ ഏജ്ഡ് ചിൽഡ്രൻ. അതായത് സ്കൂൾ പഠിക്കുന്ന കുട്ടികളിൽ IQ ലെവൽ എന്ത് ചെയ്യാൻ പറ്റും, വേരിയേഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെയാണ് അവരിലുള്ള ഒരു മെൻ്റൽ വളർച്ചയിൽ, മെൻ്റൽ ഡെവലപ്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരിയേഷൻ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. The consequence of iodine deficiency during pregnancy is impaired synthesis of thyroid hormones by the mothers and the infant. അതായത് പ്രഗ്നൻസി പീരീഡിൽ മദറിന് തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യും, അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ചാൻസ് ഉണ്ട്. സിംറ്റംസ് ഓഫ് അയഡിൻ ഡെഫിഷ്യൻസി ആൻഡ് റിലേറ്റഡ് തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഇൻ ദ നെക്ക്, weight gain, fatigue and weakness, thinning hair, dry skin, slowed heartbeat, learning difficulty, memory difficulties. അതായത് അയഡിൻ ഡെഫിഷ്യൻസി ഉള്ള ആളുകളിൽ കാണപ്പെടുന്ന സിംറ്റംസുകളൊക്കെയാണ് ഏതൊക്കെയാണ്, നമ്മൾ നെക്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ വീക്കം, അതേപോലെ തന്നെയാണ് ചില ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് നന്നായിട്ട് കുറയും അല്ലെങ്കിൽ വെയിറ്റ് നന്നായിട്ട് എന്ത് ചെയ്യും, കൂടും. അതേപോലെ ക്ഷീണം, ബോഡി വീക്കാവുക, ഹെയർ നന്നായിട്ട് തിന്നാവുക, നമുക്ക് ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെയാണ് ലേണിംഗ് ആൻഡ് മെമ്മറി ഡിഫിക്കൽട്ടീസ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയഡിൻ ഡെഫിഷ്യൻസി ഉള്ള ആളുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സിംറ്റംസ് ഒക്കെ കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് യൂഷ്വലി ട്രീറ്റഡ് ത്രൂ ഈറ്റിംഗ് മോർ ഫുഡ് കണ്ടെയ്നിങ് അയഡിൻ, യൂസിങ് അയോഡൈസ്ഡ് സാൾട്ട് ആൻഡ് ടേക്കിംഗ് അയഡിൻ സപ്ലിമെൻറ്റ്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതായത് അയഡിൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതേപോലെ തന്നെയാണ് സാൾട്ട്, ഉപ്പ് ചൂസ് ചെയ്യുമ്പോൾ അയഡിൻ അടങ്ങിയിട്ടുള്ള എന്ത് ചെയ്യുക, സാൾട്ട് ചൂസ് ചെയ്യുക, അയഡിൻ സപ്ലിമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക, കഴിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഏതൊക്കെയായിരുന്നു, വാട്ടർ, മാൽ ന്യൂട്രീഷൻ, പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ, വിറ്റാമിൻ എ ഡെഫിഷ്യൻസി, വിറ്റാമിൻ ബി ഡെഫിഷ്യൻസി, വിറ്റാമിൻ സി ഡെഫിഷ്യൻസി, വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി, അനീമിയ ആൻഡ് അയഡിൻ ഡെഫിഷ്യൻസി. ഇത്രയും കാര്യം ഓക്കെ ആണെന്ന് കരുതുന്നു. ഇതോട് കൂടിയിട്ട് നമ്മുടെ 3rd യൂണിറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.